ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കമൻറ്റിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയൊരു പരിപാടിയാണിത്. അപ്പോൾ ഞാൻ കുറച്ച് ഇതേപോലത്തെ വലിയൊരു മുത്തുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ സ്റ്റോൺസാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഗോൾഡിൽ ഇങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ ഒരു കൂർപ്പ് പോലെ വരണേ. അപ്പോൾ ഇന്ന് ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയൊരു ഗിയർ വയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര പോകുന്ന ഗിയർ വയർ മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ആദ്യം നമ്മൾ സാധാ ബ്രൂച്ചിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതേപോലെ ഒരു റൗണ്ട് കുഞ്ഞതായിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു 3-4 പിരി ഒന്ന് പിരിച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലത്തെ ഒരു റൗണ്ടാക്കിയിട്ട് കുഞ്ഞു റൗണ്ടാക്കിയിട്ട് ആക്കി കൊടുക്കുക. കണ്ടോ, ഇത്ര മതി. ഇത്ര ഒന്ന് ആക്കിയിട്ട് ഒന്ന് റെഡിയാക്കി കൊടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ മറ്റേ സൈഡിലും അതിൻ്റെ താഴ്ഭാഗത്തുള്ള മറ്റൊരു സൈഡിലും ഒന്ന് ഇതേപോലത്തെ ഒരു റൗണ്ട് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതെന്തിനാണ് റൗണ്ട് ഇടുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതേപോലെ ഒന്ന് അധികം വലുതൊന്നും വേണ്ട, കുഞ്ഞത് മതി. ഇത്ര പോകുന്നത് മാത്രം മതി കേട്ടോ. എന്നിട്ട് രണ്ടും കൂടെ പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക കേട്ടോ. ഒരു 3-4 പിരി പിരിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതേപോലെ തന്നെ ഒരു കുഞ്ഞ് റൗണ്ടാക്കിയിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 3-4 പിരി മാത്രം മതി, ഇങ്ങനെ ടൈറ്റാക്കി പിരിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ മറ്റേ സൈഡും ചെയ്തെടുക്കുക. ഒന്ന് കുറച്ച് പിരിച്ചു കൊടുക്കുക, ഒരു 3-4 പിരി പിരിക്കുക. വീണ്ടും അതേപോലെ മറ്റേ സൈഡിലേക്കൊന്ന് കുഞ്ഞൊരു റൗണ്ടാക്കിയിട്ട് ഒന്ന് പിരിച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു ഈ ഇങ്ങനെ ഒരു ശാഖേൻ്റെ ഒക്കെ ഒരു ഷേപ്പ് പോലെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആക്കി കൊടുക്കുക. രണ്ടും ഒരേപോലല്ല, കുറച്ചൊരു താഴെ മുകളിലായിട്ട് അങ്ങനെ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഒരു 3-4 ഒരു 5-6 മാത്രം മതിയിട്ട് ഇതേപോലെ കുഞ്ഞ് റൗണ്ടാക്കിയിട്ടൊന്ന് തിരിച്ചെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഒരു പോർഷനും കൂടെ അങ്ങനെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പിരിച്ചെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം വേണം അത്രത്തോളം നിങ്ങൾക്ക് ഇതേപോലെ റൗണ്ടാക്കി ഒന്ന് എടുക്കുക, നീളത്തിനനുസരിച്ചിട്ട്. പിന്നെ നമ്മുടെ ആ ഒരു തിക്കിനനുസരിച്ച് തിക്കായിട്ട് അടുത്തടുത്ത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ലാസ്റ്റ് ഇതൊക്കെ ഒന്ന് പിരിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും പെട്ടെന്നൊന്നും മനസ്സിലാവില്ല എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ഇതിങ്ങനെ കുറേ റൗണ്ടാക്കി വെച്ചത് എന്തിനാണെന്നുള്ളതായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ B1000ൻ്റെ ഒരു ഗ്ലൂ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു നമ്മുടെ ഗിയർ വയറിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാ പോർഷനിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ആ ഒരു സ്റ്റോൺ ഉണ്ടല്ലോ, അത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്തിനാണ് നമ്മൾ ഇതേപോലത്തെ ഹോള് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ? ഈ ഒരു സ്റ്റോൺ വെച്ച് നമുക്ക് ബ്രൂച്ച് അങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല വൃത്തിക്ക് നിൽക്കുകയും ചെയ്യും, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പോരൊന്നുമില്ല കേട്ടോ. നമ്മുടെ കമ്പിയിൽ നമ്മൾ ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ അവിടെ തന്നെ ഒട്ടി നിൽക്കും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ സൈഡിലേക്കും നമ്മൾ ഈ ഒരു ഗ്ലൂ ആക്കിയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ സ്റ്റോൺ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. രണ്ട് സൈഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. ഇതിങ്ങനെ ഒട്ടിച്ച് വന്നപ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇതേപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്തപ്പോൾ ഇതെന്താ ഇപ്പോൾ റൗണ്ടോ എന്ന് കരുതിയില്ല. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇത് ചെയ്ത് വന്നപ്പോൾ നല്ല അടിപൊളി റിസൾട്ട് തന്നെയല്ലേ കിട്ടിയത്. അപ്പോൾ ഒരു ഇലേൻ്റെ ഒക്കെ ഒരു ഷേപ്പായില്ലേ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതേപോലത്തെ ഒന്നും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 ഞാൻ ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്, ഗോൾഡിൽ തന്നെ. ഇനി ഞാൻ ഇതേപോലെ ചെറിയൊരു ഗിയർ വയർ എടുത്തിട്ട് ഇനി അടുത്തൊരു പരിപാടിയാണ്. നമ്മൾ റെഡ് ബീഡ് വെച്ചിട്ടുള്ള അടുത്തൊരു ചെറിയൊരു പരിപാടിയായിട്ട് ഞാൻ എടുത്തത്.
ഇനി ഞാനതാ ആ റെഡ് ബീഡ് ഇതേപോലെ ചെറിയൊരു നേർത്തെടുത്ത ആ ഒരു സൈസിലുള്ള ഗിയർ വയർ എടുത്തിട്ടുള്ള കേട്ടോ, അതിലേക്കൊന്ന് ഇട്ടുകൊടുത്ത് നന്നായിട്ട് പിരിച്ചെടുക്കുന്നുണ്ട്. ഇത് പിന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സംഭവം തന്നെയല്ലോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മറ്റേ സ്റ്റോൺ ചെയ്ത പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഒന്ന് ഈ ഒരു ബീഡ് ഇട്ടിട്ട് നന്നായിട്ട് പിരിച്ചെടുക്കുക കേട്ടോ. താഴെയും മുകളിലും ഒന്നിൻ്റെ താഴെയായിട്ട് അങ്ങനെ അങ്ങോട്ടും ആയിട്ടാട്ടോ വെച്ച് പിരിച്ചെടുക്കേണ്ടത്. അങ്ങനെ ഒരു 4 5 മുത്ത് വെച്ചിട്ട് ഒന്ന് പിരിച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ ചാനൽ ഒരുപാട് പേര് വാച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ളായി ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ചെടുക്കാനാട്ടോ എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ ഇതേപോലെ ഒന്ന് ഞാൻ വെച്ച് പിടിച്ച് നോക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് നോക്കിയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, ഗോൾഡും റെഡും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ചെയ്തെടുക്കുന്ന അധികം പണിയൊന്നുമില്ല, പെട്ടെന്ന് പരിപാടി കഴിയും. ഇനി നമുക്ക് വേണ്ടതൊരു അലിഗേറ്റർ ക്ലിപ്പാണ്. ഇനി അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ട് ഇത് 3 ഞാൻ അതിന് മുമ്പായിട്ട് 3 കൂടി നന്നായിട്ട് പിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക. അത് 3 അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്നിട്ട് ഒന്നിങ്ങനെ ഒടിച്ച് ഏത് ഭാഗത്തേക്കാണ് വെക്കേണ്ടതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വെച്ച് നോക്കി ഒന്ന് സൈഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഒന്ന് അതേപോലെ ഒന്ന് എടുത്ത് റെഡിയാക്കി അവിടെ വെക്കുക കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അലിഗേറ്റർ ക്ലിപ്പിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു ക്ലിപ്പ് കൂടെ എടുക്കുന്നുണ്ട്. അതൊന്നിങ്ങനെ തുറന്ന് പിടിച്ചിട്ട് അതിലേക്കൊന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഏതൊരു സൈഡിൽ ഏതൊരു ഭാഗത്താണോ വെക്കേണ്ടത് ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ടൈറ്റാക്കിയിട്ടൊന്ന് ചുറ്റിയെടുക്കുക കേട്ടോ. നന്നായി ടൈറ്റാക്കിയിട്ട് ഒന്ന് ചുറ്റിയെടുക്കുക കേട്ടോ. അതിങ്ങനെ പോരാൻ പാടില്ലല്ലോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തെടുത്തിട്ട് ഒന്ന് ടൈറ്റാക്കി നിർത്താവുന്നതാണ്. പിന്നെ ബാക്കി ഞാനിത് ചെറിയൊരു പണിയും കൂടെ ചെയ്യാനുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്ലിപ്പിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇനി ഞാൻ നേരത്തെ എടുത്ത പോലത്തെ ഒരു കുഞ്ഞൊരു ഗിയർ വയർ എടുത്തിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞ് റൗണ്ടാക്കി ചുറ്റിയെടുത്തില്ല, അതേപോലെ ഒന്ന് കുഞ്ഞ് റൗണ്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല കേട്ടോ, ഇതൊന്ന് നേരെ വെച്ചിട്ടാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്ലവറിൻ്റെ രൂപത്തിലാട്ടോ ഇത് നമുക്കൊന്ന് റൗണ്ടാക്കി കിട്ടേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ ആദ്യം ഒന്ന് വെച്ചു, പിന്നെ അതേപോലെ തന്നെ എടുത്തു, പിന്നെ മൊത്തത്തിലൊന്ന് പിരിച്ചിട്ടില്ല. ഇതേപോലെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്ലവറിൻ്റെ രൂപത്തിൽ നമുക്ക് പിരിച്ചാൽ കിട്ടുന്നതാണ്. അതങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് കമ്പിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങനെ തന്നെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരു 5-6 വെച്ചിട്ട് ഒരു കുഞ്ഞ് റൗണ്ടാക്കിയിട്ട് 6-5 റൗണ്ടാക്കിയിട്ട് ഒന്ന് ഇങ്ങനെ പിരിച്ചെടുക്കുക ഒരു ഫ്ലവർ പോലെ. അപ്പോൾ ഇതുപോലെ ഉണ്ട് കിട്ടിയിട്ടുള്ളത്. ഒരു 5 ഫ്ലവർ പോലെ കണ്ടില്ലേ, നല്ല ഭംഗിയിലല്ലേ കാണാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ഒരു കമ്പി വരുന്ന ഒന്ന് പിരിച്ച് നന്നായിട്ട് ടൈറ്റായി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 4-5 ഒരു ഫ്ലവർ പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇതിലും ഇതേപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് സ്റ്റോണിന് ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട് കേട്ടോ. സ്റ്റോൺ ഞാനൊരു ഗോൾഡല്ല കേട്ടോ എടുക്കുന്നത്, റെഡാണ് എടുക്കുന്നത്. ഇതുപോലത്തെ റെഡ് സ്റ്റോണായിട്ട് എടുക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ ഇത് കാണാൻ വേണ്ടി, നല്ലൊരു കട്ട കളറ്. അപ്പോൾ ഇനി ഞാനിത് ഗ്ലൂ എടുത്തിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ പുറത്തൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു റെഡ് സ്റ്റോൺ ഉണ്ടല്ലോ അതൊന്ന് വെച്ചൊന്ന് സെറ്റാക്കി എടുക്കുക കേട്ടോ. ഓരോ സ്റ്റോണും ഇങ്ങനെ ഇതേപോലെ ഒന്ന് എടുത്തിട്ടൊന്ന് അതിൻ്റെ ആ ഒരു കൂർത്ത ഭാഗം ഒന്ന് അടിയിലേക്കാക്കി വെച്ചിട്ട് ഒന്ന് അതിൽ വെച്ച് കൊടുക്കുക. അതിൽ വെച്ചാൽ തന്നെ മതിട്ടോ, നന്നായിട്ട് ഒട്ടി കിട്ടും. നമ്മൾ ഗ്ലൂ സ്റ്റിക്ക് പോലെ തന്നെ നന്നായിട്ട് ഒട്ടി കിട്ടുന്നതാണ്. ഈ ഒരു ഇതിൽ വെച്ചെടുത്താൽ തന്നെ മതി, സംഭവം നല്ല സെറ്റായിട്ട് ഒട്ടി കിട്ടും. ഇനി ബാക്കി പിന്നെ നമുക്ക് ക്ലിയർ ആക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുക. ഇനി ഞാനിത് അലിഗേറ്റർ ക്ലിപ്പിലേക്ക് അതിൻ്റെ നടു ഭാഗത്തായിട്ടൊന്ന് സെൻട്രൽ പോർഷനിലായിട്ടൊന്ന് വെച്ചിട്ടൊന്ന് ടൈറ്റായി കൊടുക്കണം കേട്ടോ. കാരണം നമ്മുടെ ആദ്യം കെട്ടിയ ഒരു കെട്ടൊക്കെ ഉണ്ടല്ലോ കമ്പീൻ്റെ, അതൊക്കെ ഒന്ന് മറക്കാൻ വേണ്ടി കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് അലിഗേറ്റർ തുറന്ന് പിടിക്കുക, എന്നിട്ട് നല്ല ടൈറ്റാക്കിയിട്ടൊന്ന് ഈ ഒരു ബാക്കി വരുന്ന ആ ഒരു ഗിയർ വയർ ഒന്ന് ചുറ്റിയെടുക്കുക കേട്ടോ.
അപ്പോൾ ദാ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. നിങ്ങൾക്കിത് ഏത് സൈഡിലേക്കാണ് വേണമെന്ന് വെച്ചാൽ ആ സൈഡിലേക്ക് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ദാ സംഭവം നല്ല അടിപൊളിയായിട്ട് കിഡുമായിട്ടുണ്ട്. നമ്മുടെ ചാനൽ ഒരുപാട് പേര് കാണാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വേണ്ടത്. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നത് വരെ താങ്ക് യു.